നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. King of Wands energy, 7 of Wands, Knight of Cups, 2 of Cups, King of Pentacles, Ace of Wands, Four of Swords, Judgment, the Tower. Reunion, disagreements, reciprocity, mend, inseparable, overwhelmed, indecisive, runner. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു ദ ടവർ മൊമെൻ്റാണ് വന്നിട്ടുള്ളത്. ഒരു എൻഡിങ് പോലെ. എൻ്റെ ആയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആയിട്ടില്ല, എന്നാൽ ഒരു എൻഡിങ് പോലുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഇഷ്യൂ നടന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ ഒരു റണ്ണർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കുവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് മാറി നിൽക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഇവിടെ ഇപ്പോഴവർ സത്യം പറഞ്ഞാൽ ഈ ഒരു 4 ഓഫ് സോഴ്സ് എനർജിയിലാണ്. മാനസികമായിട്ടൊരു പെയിനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അതുപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് അത്രയും ഒരു മാനസികമായിട്ടൊരു അത്രയും തകരുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരൊരു റണ്ണർ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പുറത്ത് അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവർ ഒരു അകൽച്ച വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അവരിപ്പോൾ ഒരു ഇൻഡിസിസീവ് എന്ന് പറയുമ്പോൾ അവർ ഇതുവരെ നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി ശരിയായിരുന്നില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഇഷ്യൂവിന് ശേഷം രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന സമയത്താണ് അവർക്ക് ശരിക്കും അവർ നിങ്ങളെ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അവരോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഇവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഇഷ്യൂസ് മുഴുവൻ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവർ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവിടെ കാണുന്നുണ്ട് ഇവർക്ക്. ഇവർ അത്രയും തകർന്നു പോയിട്ടുണ്ട്. അതായത് ഇവർ വിചാരിച്ചിട്ടില്ല ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ ഇത്രയും ഹേർട്ട്ഫുൾ അല്ലെങ്കിൽ
ഹേർട്ട് ചെയ്യും എന്നുള്ളത് ഇവർ വിചാരിച്ചിട്ടില്ല. ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടുള്ള സ്വഭാവത്തിലാണ് ഇവർ നിന്നിട്ടുള്ളത്. പലപ്പോഴും ഇവർ കൂടുതൽ ഇവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങളെ എത്രമാത്രം പെയിൻഫുൾ ആക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഒരു ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവരോട് തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഷൗട്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ഇവർ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നുന്നത്. അതായത് ഇവർ നിങ്ങളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വന്നത് അതിനുശേഷമാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ സെപ്പറേഷനിൽ ഇവർക്കൊരു മടിയുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അവരോട് അകൽച്ച വെച്ച് നിൽക്കുകയാണ്. കാരണം ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് എങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷനിലോട്ട് വീണ്ടും വരും, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു മടി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മടി കാരണം അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു അകൽച്ച അതുകൊണ്ട് അവർ വെക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ച വെച്ച് നിൽക്കുവാണ്. അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കുന്നത്. അതിലായിരുന്നു അവരുടെ ഫോക്കസ് മുഴുവൻ. അപ്പോൾ നിങ്ങളുടെ റിലേഷനിലോട്ട് അവർ അധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് നിന്നിട്ടില്ല. കൂടുതൽ അവർ അവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുത്തതെന്നുള്ളതാണ്. അങ്ങനെ അവർ ഒരുപാട് അവിടെ ഫോക്കസ് ആയപ്പോൾ നിങ്ങൾക്ക് തരേണ്ട പരിഗണന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട കെയർ ഒന്നും അവർക്ക് തരാൻ പറ്റാണ്ടായി, അല്ലെങ്കിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന രീതിയിലായി എന്നുള്ളതാണ്. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവർ ശരിയായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അവർ ഈ റിലേഷൻ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇവരിപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയാണ് എന്നുള്ള ചിന്തയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് കണ്ണ് തുറന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. അവർ ആ ഒരു ജോബിലോട്ടും അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളോട്ടും കൂടുതലായിട്ട് അവർ ഫോക്കസ്ഡ് ആയിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും ആ ഒരു സ്ട്രെസ്സൊക്കെ നിങ്ങളോടായിരിക്കും അവർ തീർത്തിട്ടുണ്ടാവും. അതായത് അവർക്കും അവരുടെ മനസ്സിലുണ്ടാവുന്ന സ്ട്രെസ് തീർക്കുന്നത് നിങ്ങളോടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവരെന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴും ഈ ഒരു രണ്ടുപേരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളോട് ചെയ്തതൊക്കെ തെറ്റായി പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇരിക്കുന്ന നിങ്ങളോടാണ് അവരിങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ വിഷമമൊക്കെ അവർക്ക് തോന്നുന്നത് ഇപ്പോഴാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്തുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ അവരുടെ മുകളിലുണ്ടായിട്ടുള്ള ഒരുപാട് ബാധ്യത, അല്ലെങ്കിൽ അവരുടെ മുകളിലുണ്ടായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെയൊക്കെ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു അവർ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ അവർ പലപ്പോഴും നിങ്ങളോടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോടായിരുന്നു അവർ തീർത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് അവർ അറിയാതെ തന്നെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലൂടെ പോകുന്നതുകൊണ്ടാണ് അവരങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്തതെന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റിലേഷനിൽ ഒരു റെസിപ്രോസിറ്റി കാണിക്കുന്നുണ്ട്. അവർ തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. നിങ്ങൾക്ക് തരേണ്ട ആ ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് തിരിച്ച് നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തതുപോലെ തിരിച്ചു തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ഈ റിലേഷൻ ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ റിലേഷനിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ, ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഒരു റീയൂണിയൻ, ഒരു പുതിയ തുടക്കം ഈ റിലേഷനിൽ വേണം. പഴയതുപോലെ തന്നെ നല്ല സ്നേഹത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് കേട്ടോ സൗണ്ട്. അതുപോലെ ഇൻസെപ്പറബിൾ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പെട്ടെന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന കണക്ഷനല്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഭയങ്കര മഴ കേട്ടോ, സൗണ്ട് ഉണ്ടാവും. ഇതുവരെ കോഴിയായിരുന്നു, സോറി. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്.
ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് കാണിക്കുന്നത്. ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഈ റിലേഷൻ ഇനി എങ്ങോട്ടാണ്, ഈ റിലേഷൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു കൺഫർമേഷൻ ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ്. മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിൽക്കേണ്ടത്, മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസ് നോക്കാം. ആയിരത്തി 1997, ലെറ്റർ ഒ, ലെറ്റർ എസ്, ചിത്തിര, നവംബർ, ഡിസംബർ 1990, ജൂൺ, മാർച്ച്, ഒക്ടോബർ, ലെറ്റർ പി, ലെറ്റർ ജെ, ലെറ്റർ എം, ലെറ്റർ എഫ് 1998, രേവതി, ജനുവരി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.